ഹലോ ഗൈസ്, ഇന്ന് കണ്ടന്റ് ഒന്നും കിട്ടാതെ ഞാനിങ്ങനെ തിരിഞ്ഞിരുന്നപ്പോഴാണ് പാപ്പി വിളിക്കുന്നത്. ഇവിടെ ഒരു കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം തന്നെ ഞാൻ വണ്ടിയൊക്കെ എടുത്ത് വെച്ചലേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കിനും ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നു. എന്താ നോക്കി വന്നപ്പോഴല്ലേ ദേ നിൽക്കുന്നു, തലയൊക്കെ പൊക്കി പിടിച്ചെടുത്തൻ. ആൾക്കാരെ എല്ലാം കണ്ടപ്പോൾ അവൻ്റെ ഒരു തലയെടുപ്പ് കണ്ടില്ലേ ഗൈസ്? ഈ അവസരത്തിൽ എന്താ പറയാനുള്ളത്? പറയാനില്ല, കണ്ടോണ്ടിരിക്കില്ല ലൈവായിട്ട്. അനീഷേട്ടാ, ഈ അവസരത്തിൽ എന്താ പറയാനുള്ളത്? ഒരു രക്ഷയില്ല. രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം മുങ്ങിപ്പോയിട്ടുണ്ട്, പൊങ്ങണം ആണല്ലേ? ശംഭു ചേട്ടാ, ഈ അവസരത്തിൽ അറിയാൻ പറ്റത്തില്ല, 2 3 എണ്ണം തലവൊക്കെ നിപ്പുണ്ട് ആണല്ലേ? അങ്ങനെ അനീഷേട്ടൻ്റെ ശംഭുച്ചേട്ടൻ്റെ ഒക്കെ റെസ്പോൺസ് കണ്ടതിന് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേന് അപ്പുണ്ണിച്ചേട്ടൻ്റെ മേളിൽ നിന്ന് പാമ്പ് പിടുത്തത്തിന് നേതൃത്വം കൊടുക്കുന്നു. അപ്പുണ്ണിച്ചേട്ടൻ ഒരു മൃഗസ്നേഹി ആയതുകൊണ്ട് പാമ്പ് പിടിക്കാനായിട്ട് ഫോറസ്റ്റുകാരെയൊക്കെ വിളിച്ചു വരുത്തി. അങ്ങനെ ഫോറസ്റ്റുകാർ വന്നു. അവർ പിന്നെ പാമ്പ് പിടിക്കാനായിട്ടുള്ള മറ്റേ കോലക്കായിട്ട് ഇറങ്ങി വന്നു. ആ ചേട്ടൻ വന്ന ഉടനെ നേരെ സ്റ്റിക്കൊക്കെ എടുത്ത് അവൻ്റെ വാലെ പിടിച്ചൊരു പൊക്കമൊക്കെ നേരെ കരക്കെടുത്ത് വെച്ച്. അങ്ങനെ അവനെ ചാക്കി കയറ്റാനായിട്ടുള്ള പരിശ്രമമാണ് കേട്ടോ. എല്ലാവരും നോക്കി നിൽക്കുന്നു. അവനാണെ വാശിയാണ്, ഞാൻ കയറൂല ചാക്കിൽ നിന്നുള്ള വാശിയിൽ അവൻ നിൽക്കുന്നു. ചേട്ടൻ ഞാൻ കയറ്റി അടങ്ങും എന്നുള്ള വാശിയിൽ ചേട്ടനും. അവസാനം ചേട്ടനുമായിട്ടുള്ള പരാക്രമത്തിൽ പാമ്പാശം തോറ്റു. ചേട്ടൻ അവനെ തട്ടി ചാക്കി കയറ്റി ദേ കൊണ്ടുപോകുന്നു. നേരെ കൊണ്ട് വണ്ടിയിലിട്ടു ടാറ്റയും പറഞ്ഞു. പിന്നെ പാമ്പ് പിടുത്തത്തിന് നേതൃത്വം നൽകിയത് അപ്പുണ്ണിച്ചേട്ടനാണ് കേട്ടോ. എല്ലാവരുടെയും വക അപ്പുണ്ണിച്ചേട്ടന് പ്രത്യേക നന്ദിയും പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. പാമ്പ് പിടുത്തം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, പാമ്പ് പിടിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.